ഒരേ കോസ്മെറ്റിക് സർജറി ഡിഫറെൻറ്റ് സെൻറ്റേഴ്സ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കോസ്റ്റ് മാറുന്നത്? ഈ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്ത് പ്രോഡക്റ്റോ എന്തും ആയിക്കോട്ടെ, കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു വാല്യൂ അത് ആ സെൻറ്റർ തീരുമാനിക്കുന്നതാണ്. അത് വേരി ചെയ്യുന്നത് ചിലപ്പോൾ അവരുടെ സർവീസിൻ്റെ ക്വാളിറ്റിയുള്ള ഡിഫറൻസും ഉണ്ടാവാം, അവരുടെ സെൻറ്ററിൽ അവർ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സിൻ്റെ ക്വാളിറ്റി ഉണ്ടാവാം, അവിടെ ജോലി ചെയ്യുന്ന ഈ പ്രൊസീജിയർ ചെയ്യുന്ന സർജൻ്റെയോ ഡെർമറ്റോളജിസ്റ്റിൻ്റെയോ സ്കിൽ ലെവൽസും ഉണ്ടാവാം. അങ്ങനെയൊക്കെ കോസ്റ്റ് വേരി ചെയ്യാം. ഇപ്പോൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളത് കോസ്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ കോസ്റ്റും വാല്യൂവും കൂടെ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് എപ്പോഴും എടുക്കാവുള്ളൂ. കേരളത്തിൽ നടക്കുന്ന ഒത്തിരി സെൻറ്റേഴ്സും പറയുന്നതിൽ വിഷമമുണ്ട്. അൺക്വാളിഫൈഡ് ആൾക്കാർ മാനേജ് ചെയ്യുന്ന ഒത്തിരി സെൻറ്റേഴ്സ് കേരളത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. എല്ലാം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും, ഏത് ഡോക്ടറാണ് പ്രോപ്പർലി ക്വാളിഫൈഡ് ആയിട്ടെന്നുള്ളത്. നിങ്ങൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി, ഡെർമറ്റോളജി, പ്ലാസ്റ്റിക് സർജറി, ഈ രണ്ട് സ്പെഷ്യാലിറ്റികളാണ് ഈ പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടത്. കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ്, ബോട്ടോക്സ്, ഫില്ലർ, കെമിക്കൽ പീലിംഗ്, ത്രെഡിങ് അങ്ങനെയുള്ള സാധനങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനും പ്ലാസ്റ്റിക് സർജനും ചെയ്യാം. എന്നാൽ കോസ്മെറ്റിക് സർജറികൾ ചെയ്യേണ്ടത് പ്ലാസ്റ്റിക് സർജൻസ് ആണ്. ചെറിയ കോസ്മെറ്റിക് സർജറീസ് ഒക്കെ ഡെർമറ്റോ സർജറി ട്രെയിൻഡ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ കോസ്മെറ്റിക് സർജറി ചെയ്യേണ്ടത് പ്ലാസ്റ്റിക് സർജൻസ് ആണ്. സോ അതുകൊണ്ട് മേക്ക് ഷുവർ നിങ്ങൾ റൈറ്റ് ഹാൻഡ്സിലാണെന്നുള്ളത്. ആൻഡ് ഡെഫിനറ്റ്ലി യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദി കോസ്റ്റ് ഓൾസോ.